ക്രൈംബ്രാഞ്ച് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് അർജുൻ രാധാകൃഷ്ണൻ 24-നോട്. യഥാർത്ഥ വസ്തുത അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ താൻ അംഗമാണോ എന്ന് തെളിയിക്കണമെന്നും അർജുൻ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഞാനെന്തോ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഫാക്ട് ചെക്ക് ചെയ്യാതെ വന്നേക്കുന്ന ഒരു ഫേക്ക് ന്യൂസ് ആണ് അത്. ഒന്ന്. രണ്ടാമത്തേത് വളരെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്നെ എന്തിനുകൊണ്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ള അത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മോട്ടീവോടെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റിന് ഇതൊരു ഡൈവേഷണറി ടാക്ടിക്സ് ആണിത്. ഇത് വളരെ ചീപ്പ് ടൈപ്പ് ഓഫ് ഡൈവേഷണറി ടാക്ടിക്സ് ആണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബന്ധവുമില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാണെന്ന് അവർ പ്രൂവ് ചെയ്യട്ടെ എന്നാ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, അഡ്മിൻ എന്ന് പറയുന്നു, അംഗമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം അർജുൻ നിഷേധിക്കുകയാണല്ലോ. പിന്നെ ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് ഇതെല്ലാം സംശയിക്കുന്നത്? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പാടെ നിഷേധിക്കുകയാണ് അർജുൻ. അതിനുള്ളൊരു കാരണം കൂടി പറയുന്നുണ്ട്. നമ്മൾ ബന്ധപ്പെട്ട ഒരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിലാണ്, അതാണ് തൻ്റെ ഫോൺ നമ്പർ. അത് ഒരു ഗ്രൂപ്പിലും അംഗമല്ല അല്ലെങ്കിൽ അഡ്മിൻ അല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഭാര്യയുടെ പിതാവിൻ്റെ പേരിലുള്ള ഒരു ബാറായിരുന്നു, അത് നോക്കി നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ബിസിനസ്സിൽ താൻ കൂടുതലായി ഇടപെടാറില്ല. രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനം മാത്രമാണ് തനിക്കുള്ളത്. പലപ്പോഴും ദില്ലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സജീവമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമമാണ്. രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണം എന്നാണ് അദ്ദേഹം പറയുന്നത്. തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ തെളിയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ വോയിസ് ക്ലിപ്പ് വന്നതിലെ കാശുമായി ബന്ധപ്പെട്ട തിരിമറികൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നത് എന്നാണ് അർജുൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ ഒരു ഈ ഹോട്ടൽ ഉടമകളുമായിട്ടോ അല്ലെങ്കിൽ ബാർ ഉടമകളുമായിട്ടോ ഒന്നും തനിക്ക് ഒരു ബന്ധവുമില്ല. അവരുടെ ഒരു മീറ്റിങ്ങുകളിലും താൻ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അങ്ങനെ ഒരു രജിസ്റ്ററിൽ അവരുടെ മിനിറ്റ്സ് കാണും, ആ മിനിറ്റ്സിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നോക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയം തന്നെയാണ്, സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തന്നെയാണ് അർജുൻ രാധാകൃഷ്ണൻ പറയുന്നത്. വേണു. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.